മാത്രം കാണുവാൻ, എന്നുമെന്നും നിന്നെ മാത്രം കേൾക്കുവാൻ, എന്നുമെന്നും നിന്നെ മാത്രം അറിയുവാൻ, എന്നുമെന്നും നിൻ വഴിയിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങയുടെ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിപ്പിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസികളെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികര രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസമ്മേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധനാമണി മുഴങ്ങി, ആത്മാവിലെ തിരി തിളങ്ങി, അൾത്താര സംഗീതലഹരിയിൽ മുഴുകി ആരാധ്യനാഥനെ വാഴ്ത്തി, ആരാധ്യനാഥനെ വാഴ്ത്തി. ആരാധനാമണി മുഴങ്ങി, ആത്മാവിലെ തിരി തിളങ്ങി, അൾത്താര സംഗീതലഹരിയിൽ മുഴുകി ആരാധ്യനാഥനെ വാഴ്ത്തി, ആരാധ്യനാഥനെ വാഴ്ത്തി. സ്നേഹമുള്ളവരെ, ഇന്ന് ഓഗസ്റ്റ് മാസം 20-ാം തീയതി വ്യാഴാഴ്ച ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മധ്യസ്ഥ സഹായം ഇന്നത്തെ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നൊവേന കുർബാനയേറ്റ് നടത്തുന്നത് കാച്ചപ്പള്ളി ഐസക് ബിജുവാണ്. അവനെ സമർപ്പിക്കാം. അവരുടെ കുടുംബത്തെയും നിയോഗങ്ങളെയും കാഴ്ചവെക്കാം. ഇന്നത്തെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഇന്നത്തെ പ്രവർത്തന മേഖലകളെ സമ്പൂർണ്ണമായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ ദിവസം മുഴുവനും അവിടുത്തെ സംരക്ഷണം നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുമ്പാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നും ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ വക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ പ്രത്യേക പ്രാർത്ഥനാ സഹായത്തിനു വേണ്ടി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ അങ്ങ് സംപ്രീതനാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും അനവധ്യൻ
മമ നാഥ നിൻ മഹിമയ്ക്കളവില്ലറിവു ഞാൻ തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും നന്ദിയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാലനാം ബലവാനേ, പരിപാവനനാമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന കർത്താവേ, അങ്ങയുടെ ജീവദായകമായ വചനങ്ങൾ ശ്രവിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശ്രവദിച്ചാലും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ആകയാൽ സഹോദരരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണുപോകുകയില്ല. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം അറിയുകയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നെങ്കിലും അവയെക്കുറിച്ച് എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കും. ഞാൻ ഈ കൂടാരത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം ഓർമ്മപ്പെടുത്തൽ വഴി നിങ്ങളെ ഉണർത്തുന്നത് ഉചിതമാണെന്ന് കരുതുന്നു. എന്തെന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളതുപോലെ കൂടാരത്തിൽ നിന്നുള്ള എൻ്റെ വേർപാടിൻ്റെ സമയം അടുത്തിരിക്കുന്നു. എൻ്റെ വേർപാടിന് ശേഷവും നിങ്ങൾ ഇക്കാര്യങ്ങൾ ഓർമ്മിക്കാൻ ഞാൻ വേണ്ടത് ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദുഃഖിതരേ പീഡിതരേ വരുവിൻ വചന വഴിയിൽ, നിന്ദിതരേ
നിരാശ്രയരേ വരുവിൻ വചന വഴിയിൽ മോദം പകരും വചനം മോചനമേകും വചനം അഭയം നൽകും വചനം ആശ്രയമേകും വചനം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 10-ാം അധ്യായത്തിൽ 35 മുതൽ 45 ഉൾപ്പെടെയുള്ള വചനങ്ങൾ. സെബദി പുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവനെ സമീപിച്ചപേക്ഷിച്ചു, ഗുരു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ചെയ്തു തരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ പറഞ്ഞു, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലത്തുവശത്തും മറ്റേയാൾ ഇടതുവശത്തും ഉപവിഷ്ടരാകാൻ അനുവദിക്കണമേ. യേശു പ്രതിവചിച്ചു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനോ ഞാൻ സ്വീകരിക്കുന്ന സ്നാനം സ്വീകരിക്കാനോ നിങ്ങൾക്ക് കഴിയുമോ? ഞങ്ങൾക്ക് കഴിയും എന്ന് അവർ മറുപടി പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും. എന്നാൽ എൻ്റെ വലതുവശത്തോ ഇടതുവശത്തോ ഇരിക്കാനുള്ള വരം തരേണ്ടത് ഞാനല്ല, അത് ആർക്കു വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്ക്, യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി. യേശു അവരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, വിജാതിയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രേ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായെ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും പ്രത്യാശയോടെ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, തിരുവചനത്തിലൂടെ ഇന്ന് അങ്ങ് ഞങ്ങളെ അനുസ്മരിപ്പിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ എളിയവരായി ജീവിച്ച് സ്വർഗരാജ്യത്തിൽ വലിയവരായി തീരാൻ വലിയ കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകൾ കഴുകിക്കളയട്ടെ. കർത്താവ് തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ.
സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുമ്പിലെന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ചവെക്കുന്നു ഞാൻ ബലിയിൽ. അതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാം പാവനമേ ബലിയിൽ. ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതനുടെ പ്രേഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേൻ. മാർത്തോമായെയും നിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭിഷേകം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവ് നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതപ്പുറം നിന്ന് ഇവിടെ നശിക്കുന്നവരെ സൂക്ഷിച്ചപേക്ഷിക്കുവിൻ. ഭയഭക്തിജനമായ രഹസ്യങ്ങൾക്ക് ഉദ്ദേശം ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാന സമ്മതമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ.
രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിന് ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. സ്വർഗവാസികളുടെ ആയിരങ്ങളോടും മാലാഖമാരുടെ 10,000-ങ്ങളോടും ചേർന്ന് സർവപ്രപഞ്ചത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവരൊന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കൈകൾ കൂപ്പാം, കണ്ണുകളെ അടച്ച് ഈശോയെ ധ്യാനിച്ച് ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ബലിവസ്തുക്കളോട് ചേർത്ത് സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഈശോയുടെ അതിദാരുണമാ
പീഡാ സഹനങ്ങളെ ഓർത്തെന്നും സമർപ്പിക്കുന്നു. പിതാവേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ജോർജ് വേണ്ടിയും മുഴുവൻ പിതാവിന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, മിഷണറിമാർ, ആത്മായ പ്രേക്ഷിതർ, വൈദിക വിദ്യാർത്ഥികൾ എന്നിവർക്ക് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ മരണം മൂലം വേർപിരിഞ്ഞു പോയി ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയും അവിടുത്തെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേരുന്ന എല്ലാ സഹോദരങ്ങൾക്കും അവരുടെ നിയോഗങ്ങൾക്കും വേണ്ടിയും ഏറ്റവും പ്രത്യേകമായി ഇന്നത്തെ ഈ വിശുദ്ധ ബലിയും നൊവേനയും ഏറ്റു നടത്തുന്ന കാച്ചുപള്ളി ഐസക് ബിജുവിന് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടിയും വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേരുന്ന എല്ലാ സഹോദരന്മാർക്കും വേണ്ടിയും വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന ഞങ്ങളെല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും കൊറോണ വൈറസ് മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും രോഗഭീതിയിലായിരിക്കുന്ന എല്ലാ പ്രദേശങ്ങൾക്കും വേണ്ടിയും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തികളെ സംരക്ഷിക്കുന്ന എല്ലാ സൈനികർക്ക് വേണ്ടിയും രോഗികളെ പരിചരിക്കുന്ന എല്ലാ നഴ്സുമാർക്കും ഡോക്ടർമാർക്കും മറ്റെല്ലാ ആതുര ശുശ്രൂഷ മേഖലയിലുള്ള എല്ലാവർക്കും വേണ്ടിയും പൊതുപ്രവർത്തകർക്ക് വേണ്ടിയും രാഷ്ട്രീയ ഭരണാധികാരികൾക്ക് വേണ്ടിയും സാമ്പത്തികമായ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ഭവനങ്ങൾക്ക് വേണ്ടിയും ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടിയും കുഞ്ഞുമക്കൾ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന എന്ന ആവശ്യമുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും കർത്താവെ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവെ കുർബാന സ്വീകരിക്കണമേ. നമുക്ക് കൈകൾ കൂപ്പി കണ്ണുകളെ അടച്ച് ശിരസ് നമിച്ച് പരിശുദ്ധാത്മാവായ ദൈവം ഈ ബലിവസ്തുക്കളിലേക്കും നമ്മിൽ ഓരോരുത്തരിലേക്ക് ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലേക്കും എഴുന്നള്ളി വരുന്നതിന് വേണ്ടി നിശബ്ദതയിൽ പ്രാർത്ഥിക്കാം. കർത്താവെ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ദൈവമാതാവായകനെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പൂജകമായ തിരുശരീര രക്തങ്ങളെയും ഈ ദൈവജനത്തെയും അങ്ങ് സുഗന്ധപൂരിതരാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സലോകത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, ജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, ദുഷ്ടാരോപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലോടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാക്കപ്പെടട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. നമുക്ക് കൈകൾ കൂപ്പാം, കണ്ണുകളെ അടച്ച് കർത്താവിനെ ഹൃദയത്തിലേക്ക് ആത്മീയമായി സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ഈ സമയം അങ്ങ് എഴുന്നള്ളി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളുടെയും കുടുംബങ്ങളുടെയും രാജാവായി അങ്ങ് വാഴണമേ. ഈ ദിവസം മുഴുവനും അവിടുത്തെ വലിയ സംരക്ഷണത്തിന് കീഴിലായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഇന്നത്തെ ഞങ്ങളുടെ ചിന്തകളെയും ഇന്ന് പറയുന്ന വാക്കുകളെയും ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ജോലികളെയും ഇന്ന് പോകുന്ന സ്ഥലങ്ങളെയും യാത്ര ചെയ്യുന്ന വാഹനങ്ങളെയും ഇന്ന ദിവസം ഞങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്ന എല്ലാ വ്യക്തികളെയും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, എല്ലാവിധത്തിലുള്ള തിന്മയുടെ ശക്തികളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണമേ. അവിടുത്തെ തിരുരക്തത്തിൻ്റെ കോട്ടയാൽ ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ ബലിയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും അവരായിരിക്കുന്ന ദേശങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ ബലിയേറ്റ് നടന്ന ഐസക്കിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൊറോണ വൈറസ് മൂലം ദുരിതം അനുഭവിക്കുന്ന അനേകം സഹോദരങ്ങളെ, പ്രകൃതി ദുരിതങ്ങൾ മൂലം കഷ്ടതകൾ അനുഭവിക്കുന്നവരെ, യുദ്ധഭീതികൾ മൂലം വേദനിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തെരുവോരങ്ങളിലും അനാഥാലയങ്ങളിലും ജയിലുകളിലും കഴിയുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രായമായ മാതാപിതാക്കന്മാരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കളെയും വിദ്യാർത്ഥികളെയും ഞങ്ങൾ യുവാക്കന്മാരെയും സമർപ്പിക്കുന്നു. വിശ്വാസത്തിൽ അവരെ ആഴപ്പെടുത്തണമേ. കർത്താവെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഭവനങ്ങളെ പ്രത്യേകം അങ്ങ് കാണണമേ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹം നടക്കാത്തതിൻ്റെ പേര് ബുദ്ധിമുട്ടുന്നവർ, മക്കളില്ലാത്തതിൻ്റെ പേര് വേദനിക്കുന്നവർ,
ഗർഭിണികളായിട്ടുള്ള അമ്മമാരെ, ഗർഭസ്ഥ ശിശുക്കളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തികളെ സംരക്ഷിക്കുന്ന സൈനികരെ സമർപ്പിക്കുന്നു, ഭരണാധികാരികളെ സമർപ്പിക്കുന്നു. കർത്താവെ, സമാധാനം നിറഞ്ഞ അന്തരീക്ഷം ഞങ്ങളുടെ രാജ്യത്തിന് നൽകണമേ. ഞങ്ങളുടെ ഈ ദേശത്തെ, ഞങ്ങളുടെ ഇടവകയുടെ അതിർത്തികളെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഈ അതിർത്തികളിൽ താമസിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാ സഹോദരങ്ങളെയും സമർപ്പിക്കുന്നു. രോഗപീഠകൾ ഞങ്ങളുടെ ഈ ദേശത്തിലേക്ക് കടന്നു വരാതിരിക്കട്ടെ. കർത്താവ്, ഞങ്ങളുടെ അനന്തമായ കരുണ ഞങ്ങളിൽ ഓരോരുത്തരിലും, ഞങ്ങളുടെ ഭവനങ്ങളിലും, ഞങ്ങളുടെ ഇടവകയിലും, ഞങ്ങൾ ഓരോരുത്തരായിരിക്കുന്ന ദേശങ്ങളിലും നിറയട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുതൃകവും പുരുഷിത്വവും ജീവിതായികവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകളുമായി യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കരുണയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പരിശുദ്ധമായ ദിവരഹസ്യങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി നൽകിയ അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് ഞങ്ങൾ ഒന്നു ചേർന്ന് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായേ, പരിശുദ്ധമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. നൽകും ദൈവികമാം പരിപാവനമീ ബലി വഴിയായി നാഥനു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്നു യുഗാന്ത്യത്തിൽ സ്വർഗീയോർസ്ലേം നഗരത്തിൽ മാലാഖമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. നമ്മിൽ ലോകം മുഴുവനിലും സഭയിലും അവൾ തൻ തനയരിലും നാഥൻ വരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആമേൻ. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. ഇതിനാണ് ഞങ്ങൾ സ്വീകരിച്ച ഈ കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. നമുക്ക് ഏറ്റവും ഭക്തിപൂർവ്വം ഇടവക മധ്യസ്ഥയുടെ പ്രാർത്ഥന നൊവേനയിൽ നമുക്ക് പങ്കുചേരാം. ഇന്നത്തെ നൊവേനേറ്റ് കഴിക്കുന്നത് കാച്ചപ്പള്ളി ഐസക് ബിജുവാണ്. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ അപേക്ഷകൾ അങ്ങേ പക്കൽ എത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആദ്യ മനുഷ്യന്റെ പാപം നിമിത്തം അധപതിച്ച മനുഷ്യവംശത്തെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ അവിടുത്തെ ഏകജാതനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ച സ്നേഹനിധിയായ പിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. നിരന്തരമായ പ്രാർത്ഥനയും ആത്മപരിത്യാഗവും വഴി
സ്വർഗത്തിലേക്കുള്ള കുറുക്ക് വഴി കാണിച്ചു തന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യായെ ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥയായി നൽകി ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വിശുദ്ധ റാണിയുടെ മാതൃക അനുകരിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും തകർച്ചകളിലും ദൈവ തിരുമനസ്സ് കാണുവാനും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഇളം പ്രായത്തിൽ തന്നെ എല്ലാവിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും സന്തോഷങ്ങളും വേണ്ടെന്ന് വെച്ച് കർമ്മല സഭയിൽ അംഗമായി ചേരാൻ കൊച്ചുറാണിയെ തെരഞ്ഞെടുത്ത ഈശോനാഥ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. സന്യാസ സഭയിൽ ഓരോരുത്തർക്കും ദാരിദ്ര്യത്തിൻ്റെയും അനുസരണത്തിൻ്റെയും കന്യാത്വത്തിൻ്റെയും ഉത്തമ മാതൃകയായി ജീവിക്കുവാൻ ചെറുപുഷ്പത്തിന് കൃപ നൽകിയ ഈശോനാഥ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ആത്മീയ ശൈശവത്വത്തിൻ്റെയും ആഴമേറിയ വിനയത്തിൻ്റെയും മഹത്തായ മാതൃകയായി വിശുദ്ധ കൊച്ചു ത്രേസ്യായെ ഉയർത്തിയ ഈശോനാഥ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ ഇടവക ദേവാലയത്തിന്റെ സ്ഥാപനം മുതൽ ഇവിടെയും അയൽ പ്രദേശങ്ങളിലുള്ള നാനാജാതി മതസ്ഥർക്ക് വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ മധ്യസ്ഥത്താൽ ആത്മീയവും ശാരീരികവുമായ നിരവധി അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈശോനാഥ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പരിഹാര പ്രാർത്ഥന പാപത്തെ വെറുത്ത് പാപികളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ ഈശോയെ, ദൃശ്യവും അദൃശ്യവുമായ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദൈവപ്രസാദ വരത്തിന്റെ വഴികളിലൂടെ നയിച്ച് ഞങ്ങളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തണമേ. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിച്ചും സ്നേഹിച്ചും ദൈവസ്നേഹത്തിൽ വളരുവാനുള്ള തീക്ഷ്ണത ഞങ്ങളിൽ നിറയ്ക്കണമേ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു വളരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. ആമേൻ. പ്രാർത്ഥനയിലൂടെയും സഹനത്തിലൂടെയും ഉണ്ണീശോയെ പ്രസാദിപ്പിച്ച വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങളിൽ ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കുവാനുള്ള വരം ലഭിക്കുന്നതിന് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ഉണ്ണീശോയോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുവിനെന്ന ആഹ്വാനം സ്വീകരിച്ച് വിശുദ്ധയെ പോലെ ആത്മീയ ചൈതന്യവും ത്യാഗമനസ്ഥിതിയുമുള്ള ധാരാളം പ്രേക്ഷിതരെ തിരുസഭയ്ക്ക് ലഭ്യമാക്കുന്നതിന് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ഉണ്ണീശോയോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിൽരഹിതരായ യുവതി യുവാക്കൾക്ക് ഉചിതമായ തൊഴിൽ കണ്ടെത്താനും യഥാസമയം ജീവിതാവസ്ഥയിൽ പ്രവേശിക്കുവാനും അനുഗ്രഹം ലഭിക്കുന്നതിന് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ഉണ്ണീശോയോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ നാട്ടിലെ വിവിധ മതങ്ങളും രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം ബഹുമാനിച്ച് സൗഹാർദ്ദത്തിൽ ജീവിക്കുവാനുള്ള വരം ലഭിക്കുന്നതിന് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ഉണ്ണീശോയോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കൾ ഈശ്വരവിശ്വാസത്തിലും സൽസ്വഭാവത്തിലും വിദ്യാഭ്യാസത്തിലും ഉയർന്ന നിലവാരം പുലർത്തി കുടുംബത്തിനും സമൂഹത്തിനും നന്മയുടെ ദീപം തെളിക്കുന്നവരാകാൻ വരം ലഭിക്കുന്നതിന് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ഉണ്ണീശോയോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏതാനും നിമിഷ നിശബ്ദതയിൽ നമ്മുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പ്രത്യേക പ്രാർത്ഥനയാൽ കൊറോണ വൈറസിൻ്റെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഇടവക അതിർത്തിക്കുള്ളിൽ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണയുകയും നിലനിൽക്കുകയും ചെയ്യട്ടെ. ഈ നൊവേന തിരുനാളിൽ സംബന്ധിച്ച എല്ലാവരെയും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ മധ്യസ്ഥം വഴി എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി സമ്പന്നരാക്കണമേ. ഈ ഇടവക അതിർത്തിയിലും അയൽപ്രദേശത്തുമുള്ള നാനാജാതി മതസ്ഥരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരും മനസ്സമാധാനത്തിലും സ്നേഹകൂട്ടായ്മയിലും ജീവിക്കാൻ ഇടവരുത്തണമേ. മരണാനന്തരം അങ്ങയോടും അങ്ങയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോടും വത്സലപുത്രിയായ ചെറുപുഷ്പത്തോടും കൂടെ സ്വർഗത്തിൽ നിത്യാനന്ദം അനുഭവിക്കുവാൻ ഞങ്ങളേവരെയും അങ്ങ് യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പ്രത്യേക മാധ്യസ്ഥ സഹായവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ, നിൻ ചാരത്തോടി അണഞ്ഞവരെ നീയൊരു നാളും കൈവിടില്ലല്ലോ തായേ. ഒരു
നാളും കൈയില്ലല്ലോ തായേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.